ഹലോ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 3 കോളം ലെസൺ പ്ലാൻ ആണ് കേട്ടോ. 3 കോളം ലെസൺ പ്ലാൻ ഡിഫറൻ്റ് ആവുന്നത് അതിന് 3 കോളം വരുമ്പോൾ തന്നെയാണ്. അപ്പോൾ നോർമലി നമ്മൾ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ പോലെ 2 കോളം ലെസൺ പ്ലാൻ എഴുതുന്ന പോലെ തന്നെ നെയിം ഓഫ് ദി ടീച്ചർ, നെയിം ഓഫ് ദി സ്കൂൾ, സബ്ജക്റ്റ്, യൂണിറ്റ്, ടോപ്പിക്ക്, തീം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് എഴുതുക. നെയിം ഓഫ് ദി ടീച്ചറിൻ്റെ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് എഴുതുക, സ്കൂളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് എഴുതുക, സൈഡിലായിട്ട് സ്റ്റാൻഡേർഡ്, സ്ട്രെങ്ത്, ഡ്യൂറേഷൻ ആൻഡ് ഡേറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പേജിൽ അതിൻ്റെ കൂടെ താഴെ എഴുതേണ്ടതാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ലെസൺ പ്ലാൻ 2 കോളം പോലെ അല്ല 3 കോളം എന്ന് പറയുന്നത്. 2 കോളത്തിൽ നമ്മളെല്ലാം ഹെഡിങ് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാ ഹെഡിങ്ങുകളും ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ പഠിക്കുന്നതിലൂടെ കുട്ടികൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്. അപ്പം കുട്ടികൾ എന്താണ് ആ ഒരു പോയം കോംപ്രിഹെൻഷനോടുകൂടി വായിക്കും. അതുപോലെ തന്നെ തീംസ്, ആ ഒരു പോയത്തിൻ്റെ തീംസ് ഐഡൻറ്റിഫൈ ചെയ്യും. ആൻഡ് ഈ ഒരു പോയത്തിൽ നിന്ന് ലിറ്റററി ഡിവൈസസ് കണ്ടുപിടിക്കും. ആ ഒരു പോയം കറക്റ്റ് സ്ട്രെസ്സോട് കൂടി ഇൻ്റർനേഷനോട് കൂടി വായിക്കും. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. പെട്ടെന്ന് എഴുതിയെടുത്തിട്ടുള്ള ഒരു ലെസൺ പ്ലാനാണ്. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കാരണം എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിലേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു വീഡിയോസ് എഫക്റ്റീവ് ആവുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പ്രീ റെക്വിസൈറ്റ്സ് ആണ്. പ്രീ റെക്വിസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പോയം നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു കുട്ടികൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ കുട്ടികൾ സിമ്പിൾ പോയംസ് വായിച്ചിട്ടുണ്ടെന്ന് പറയുക. കുട്ടികൾക്ക് ഇപ്പം നമ്മളിപ്പോൾ എഴുതുന്ന പോയം എന്ന് പറയുന്നത് വാറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പോയമാണ്. മറ്റേ ജനറൽ യുവർ ടാങ്ക് എന്ന് പറയുന്ന പോയമാണ് എഴുതിയിരിക്കുന്നത്. സോ കുട്ടികൾ വാറിനെ പറ്റി, ഡ്രാസ്റ്റിക് എഫക്റ്റിനെയൊക്കെ പറ്റി കുട്ടികൾക്ക് മനസ്സിലായി എന്നുള്ളത് പറയുക. ആൻഡ് ലാസ്റ്റായിട്ട് വാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെപ്പൺസിൻ്റെയൊക്കെ കുറേ പേരുകളൊക്കെ കുട്ടികൾക്ക് അറിയാം എന്ന് പറയുക. പിന്നെ അടുത്ത് എഴുതേണ്ടതാണ് ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഈ ലേണിംഗ് മെറ്റീരിയൽസ് എല്ലാ പോയത്തിലും നമുക്കൊന്ന് തന്നെ കൊടുക്കാം. ഈ OHP ഷീറ്റ്സ്, OHP എന്ന് പറയുമ്പോൾ ഓവർ ഹെഡ് പ്രൊജക്ടേഴ്സാണ്. പിന്നെ പിക്ചേഴ്സ് ഉണ്ട്, ചാർട്ട്സ്, ഫ്ലാഷ് കാർഡ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ റെഫറൻസസും നമുക്ക് എല്ലാ പോയട്രിയിലും എല്ലാ പോയം ലെസൺ പ്ലാൻ എഴുതുമ്പോഴും നമുക്ക് റെഫറൻസ് ആയിട്ട് കോഴ്സ് ബുക്ക്, സോഴ്സ് ബുക്ക്, CD ആൻഡ് ഡിക്ഷണറി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ 3 കോളം ലെസൺ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അതിനെ 3 ബോക്സായിട്ട് തിരിക്കുക: പ്രോസസ്, അസസ്മെൻറ്റ് ആൻഡ് തിയറി ഓർ പ്രിൻസിപ്പിൾ. പ്രോസസ്സിനകത്ത് ഫസ്റ്റ് വരുന്ന ഹെഡിങ് ആണ്. ഇവിടെ പ്രോസസ്സ് എന്നും അസസ്മെൻ്റ് എന്നും തിയററ്റിക്കൽ പ്രിൻസിപ്പിൾ എന്നും എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ഇൻട്രാക്ഷൻ ആണ്. അതായത് ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് ആദ്യമേ കയറി അങ്ങ് പഠിപ്പിക്കുകയാണോ? അല്ല. അല്ലെങ്കിൽ വരുമ്പോഴേ പഠിപ്പിച്ചുകൊണ്ടാണോ വരുന്നത്? അല്ല. അവർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ആ ഒരു സെഷനാണ് ഇനിഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. കുട്ടികളുടെ അടുത്തൊരു ഇൻഫോർമൽ വേയിൽ ടോക്ക് ചെയ്യുന്നു. അപ്പോൾ അസസ്മെൻറ്റിൻ്റെ അവിടെ കുട്ടികൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്തു എന്നുള്ളതാണ് പറയേണ്ടത്. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലേ, കുട്ടികൾ വളരെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് കുറച്ചൊന്ന് ബാക്കിലോട്ട് നിങ്ങളാവാൻ പോകുന്നത് ഈ ഒരു തിയറീസ് ഓർ പ്രിൻസിപ്പിളിൻ്റെ അവിടെ ആയിരിക്കാം. അപ്പം കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആയതുകൊണ്ട് ആ തിയറീസ് ഓർ പ്രിൻസിപ്പിളിൻ്റെ അവിടെ നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അറ്റൻഷൻ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് എൻട്രി ആക്ടിവിറ്റിയാണ്. എൻട്രി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും എഴുതാം. ആസ് എ ടീച്ചർ നിങ്ങളൊരു സ്കൂളിലേക്ക് ചെന്ന് പഠിപ്പിക്കാൻ നേരത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഇപ്പോൾ ജനറൽ യുവർ ടാങ്ക് എന്ന് പറയുന്ന പോയമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ആ ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോൾ ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം ആ ഒരു വാറിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ എൻട്രി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സോങ്ങിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. പിന്നെന്താണ്, കുട്ടികൾക്ക് വെപ്പൺസിൻ്റെയൊക്കെ പിക്ചേഴ്സും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അസസ്മെൻറ്റിൽ എഴുതാം? കുട്ടികൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട്, അതും കുട്ടികൾക്ക് ഈ വെപ്പൺസിൻ്റെയൊക്കെ പേര് വായിക്കാനും പടങ്ങൾ കാണാനും ഒക്കെ ഇഷ്ടമാണല്ലോ. അപ്പം അതെഴുതുക. തിയറീസ് ഓർ പ്രിൻസിപ്പിളിൻ്റെ അവിടെ നമ്മൾ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഈ ടൈപ്പ് ഓഫ്, ഇപ്പോൾ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ് ആണ്. സോ തിയറീസ് ഓഫ് പ്രിൻസിപ്പിളിൻ്റെ അവിടെ നമുക്ക് എഴുതാം? ടെക്നിക്ക് ഓഫ് യൂസിങ് ഓഡിയോ വിഷ്വൽ എയ്ഡ് എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് എ ലിങ്ക് ടോക്ക്. ലിങ്ക് ടോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓതറിനെ പറ്റി പറയുന്ന ഒരു സെഗ്മെൻറ്റാണ്. കുട്ടികൾ ചെയ്യുന്നു? ടീച്ചർ കുട്ടികളോട് പറയുന്നു ഓതറിൻ്റെ സെഷൻ വായിക്കുക. അബൌട്ട് ദി ഓതർ എന്ന് പറയുന്ന ആ സെക്ഷനിൽ നിന്ന് ഓതറിൻ്റെ സെക്ഷൻ വായിക്കാൻ പറയുന്നു. അസസ്മെൻറ്റിൽ കുട്ടികൾ കീൻലി ഒബ്സർവ് ചെയ്യുന്നു, അത് വായിക്കുന്നു. ആൻഡ് അവിടെ വരുന്ന തിയറി എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കണക്ഷനിസം ആണ്. ഓക്കെ, അടുത്ത ഒരു പേപ്പറാണ്. എനിക്കറിയില്ല ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് പറയണമെന്നുള്ളത്.
നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവുമെന്ന് അറിയാം, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിനാണ് പറയുന്നത് കേട്ടോ. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് മോഡൽ റീഡിങ് ബൈ ദ ടീച്ചർ, അതായത് റെസിറ്റേഷൻ ബൈ ദ ടീച്ചർ എന്നുള്ളതാണ്. ടീച്ചർ എന്ത് ചെയ്യുന്നു, പോയം പ്രോപ്പർ സ്ട്രെസ്സോട് കൂടി, ഇൻറ്റനേഷനോട് കൂടി, പ്രൊനൗൺസിയേഷനോട് കൂടി പോയം വായിക്കുന്നു. കുട്ടികൾ എന്ത് ചെയ്യുന്നു, അസസ്മെൻറ്റിൻ്റെ അവിടെ സൈലൻ്റ് ആയിട്ട് കേട്ടിരിക്കുന്നു. ആൻഡ് തിയറി എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് അപ്രോപ്രിയസി ആണ്. ആൻഡ് നെക്സ്റ്റ് ട്രാക്ക് റീഡിംഗ് ബൈ ദ പ്യൂപ്പിൾ, അല്ലെങ്കിൽ സൈലൻറ്റ് റീഡിംഗ് ബൈ ദ പ്യൂപ്പിൾ എന്ന് എഴുതാം. അവിടെ കുട്ടികൾ എന്താ ചെയ്യുന്നത്, കുട്ടികൾ സൈലൻ്റ്ലി റീഡ് ചെയ്യുന്നു. അതും നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളെല്ലാവരും അതേപടി ചെയ്യണമെന്നില്ല അല്ലേ. ഒരു പറയുമ്പോൾ ഉറങ്ങുന്നവർ കാണാം, ശ്രദ്ധിക്കാതിരിക്കുന്നവർ കാണാം. സോ അസസ്മെൻറ്റിൻ്റെ അവിടെ എന്താ എഴുതുക, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് റീഡ് ദി പോയം സൈലൻ്റ്ലി എന്ന് എഴുതുക. ആൻഡ് അവിടെ നമുക്ക് തിയറിയിൽ അവിടെ എന്ത് പറയാം, കുട്ടികൾ ആക്ട് ചെയ്ത ഒരു തിയറി എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇമിറ്റേഷനാണ്. കാരണം നേരത്തെ ടീച്ചർ വായിച്ച ആ ഒരു സൈലൻറ്റ് റീഡിംഗ് ആണ് ടീച്ചർ പറഞ്ഞതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നു കുട്ടികൾ എന്താണ് സൈലൻറ്റ് റീഡിങ് ചെയ്യുമ്പോൾ. സോ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇമിറ്റേഷൻ. അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറയുന്നത് ദ ഗ്ലോസറി റെഫറൻസ് ആണ്. അതായത് ടീച്ചർ കുട്ടികളോട് പറയുന്നു, നിങ്ങൾ പോയി എന്താണ് ഗ്ലോസറി വായിക്കുക. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും മീനിങ് ഡൗട്ടോ കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നോക്കുക എന്നുള്ളതാണ്. അവിടെ അസസ്മെൻറ്റിന് ഒന്നും ഇല്ല. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ്, അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ആണ് കേട്ടോ. അടുത്തൊരു ഹെഡിങ് ആണ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ടീച്ചർ കുട്ടികളെ എന്താണ് പല ഗ്രൂപ്പായിട്ട് തിരിച്ചു. നമ്മുടെ ലെസൺ പ്ലാൻ 2 കോളം ലെസൺ പ്ലാനിൽ നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി പറയില്ലേ, അതിന് പകരമാണ് ഇവിടെ കൊളാബറേറ്റീവ് ലേണിംഗ് പറയുന്നത്. ടീച്ചർ കുട്ടികളെ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ അസസ്മെൻറ്റ് പറയേണ്ടത് കുട്ടികൾ എന്ത് ചെയ്യാണ്, ആ ഗ്രൂപ്പിൽ അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നു. ആൻഡ് അവിടെ എന്താ ചെയ്യുന്നത്, അവരുടെ സ്കിൽസ് പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ തിയറിയിൽ അവിടെ എഴുതുക പ്രൊമോഷൻ ഓഫ് റെഫറൻസ് സ്കിൽസ് എന്ന് പറയുക. അടുത്ത ഹെഡിങ് ആണ് മെഗാഫോണിങ് ദ ഡൗട്ട്സ്. മെഗാഫോണിങ് എന്ന് വെച്ചാൽ ക്ലിയറിങ് ദ ഡൗട്ട്സ് എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ മറ്റൊരു ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ അടുത്ത് എന്ത് ചെയ്യാണ്, ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഈ മെഗാഫോണിങ് ദ ഡൗട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അസസ്മെൻറ്റിനകത്ത് എന്ത് എഴുതാം, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ഡൗട്ട് ക്ലാരിഫൈ ചെയ്തു എന്ന് പറയാം. ആൻഡ് തിയറിയിൽ വരുന്നത് കോപ്പറേറ്റീവ് ലേണിംഗ് ടെക്നിക്സ് ആണ്. നമുക്കിങ്ങനെ മനസ്സിലാക്കാം, 2 ഗ്രൂപ്പുകൾ തമ്മിൽ കോപ്പറേറ്റ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. സോ അവിടെ അപ്ലൈ ചെയ്യുന്ന തിയറി കോപ്പറേറ്റീവ് ലേണിംഗ് ടെക്നിക്കാണെന്ന് പറയാം. നെക്സ്റ്റ് ഈസ് എ ഫെസിലിറ്റേഷൻ ബൈ ദ ടീച്ചർ. അതായത് ഒരു പോയത്തിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുറച്ച് സ്ട്രെസ്സായിട്ട് പഠിപ്പിക്കേണ്ട കുറച്ച് പോർഷൻസ് കാണും, അല്ലെങ്കിൽ എന്താണ് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയാസ് കാണും. ആ ഏരിയാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഈ ഫെസിലിറ്റേഷൻ ബൈ ദ ടീച്ചർ എന്ന് പറയുന്നത്. അവിടെ ചിലപ്പോൾ ടീച്ചർ എന്ത് ചെയ്തേക്കാം, ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ എന്ത് ചെയ്തേക്കാം, മെൻഷൻ ചെയ്തേക്കാം. സോ അതിൽ അസസ്മെൻറ്റിൽ വരുന്നത് കുട്ടികൾ എന്താണ് പലതരം വേർഡ്സിൻ്റെ ഡിഫറെൻറ്റ് മീനിങ്സ് മനസ്സിലാക്കുന്നു, ടഫസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കുന്നു, ക്യാരക്ടേഴ്സിനെ പറ്റി മനസ്സിലാക്കുന്നു. ആൻഡ് നമുക്കിപ്പുറത്ത് നമ്മുടെ ലാസ്റ്റ് തിയറി കോളത്തിൽ എഴുതേണ്ടത് ഇൻ്റർ ആക്ഷനിസ്റ്റ് അപ്രോച്ച് എന്നുള്ളതാണ്. ഓക്കെ, കുറച്ചൊക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും. ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് ലെസൺ പ്ലാൻ. ഓക്കെ, അതുമാത്രമല്ല ടീച്ചർ എന്താണ് ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ്, അതായത് ചില വേർഡ്സ് ഒന്നും ഗ്ലോസറിയിൽ കാണത്തില്ല. അപ്പം ടീച്ചർ എന്ത് ചെയ്യുന്നു, ഡിഫിക്കൽട്ടായിട്ടുള്ള കുട്ടികൾക്ക് തോന്നുന്ന വേർഡ്സ് അതും കൂടി പറഞ്ഞു കൊടുക്കുന്ന ഒരു സെക്ഷനാണ് ഏതെന്ന് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഫെസിലിറ്റേഷൻ ബൈ ദ ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് സ്കഫോൾഡിങ് ക്വസ്റ്റ്യൻസ്. സ്കഫോൾഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം, ആ ഹോൾ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതാണ്, കുട്ടികൾ എത്രത്തോളം മനസ്സിലാക്കി എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾ എന്താണ്, കുറച്ച് പേരൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നു, കുറച്ച് പേർക്ക് പറ്റുന്നില്ല. ആൻഡ് ടീച്ചർ എന്ത് ചെയ്യുന്നു, അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ വരുന്ന തിയറി എന്ന് പറയുന്നത് എലിസിറ്റേഷൻ ടെക്നിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രസൻറ്റേഷൻ ബൈ ദ പ്യൂപ്പിൾ. കുട്ടികളത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതായത് കുട്ടികൾ എന്ത് ചെയ്യുന്നു, സ്കാഫോൾഡിങ് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യാണ്, എഡിറ്റഡ് വെർഷൻ എന്ത് ചെയ്യാണ്, പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ അസസ്മെൻറ്റ് പറയുക, ബാക്കിയുള്ള കുട്ടികൾ ലിസൺ ചെയ്യുന്നു. ആൻഡ് തിയറീസിൽ എന്താ, പ്രിൻസിപ്പിൾ ഓഫ് റിഫ്ലെക്സീവ് തിങ്കിങ്. ഓക്കെ, റിഫ്ലെക്സീവ് തിങ്കിങ്ങിൻ്റെ ആ ഒരു പ്രിൻസിപ്പിളാണ് അവിടെ പറയുന്നത്. ആൻഡ് അവസാനമൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് റഫായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ലാംഗ്വേജ് ആക്ടിവിറ്റിയാണ് സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ടീച്ചർ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെയൊക്കെ കുഞ്ഞിലത്തെ ടെക്സ്റ്റ് നോക്കുമ്പോൾ കാണാൻ പറ്റും വേർഡ് പസിൽസൊക്കെ ഉള്ളത്. അപ്പോൾ ആ വേർഡ് പസിൽ പോലെ ഒരു ഗെയിം ടീച്ചർ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. കുട്ടികളുടെ അടുത്ത് കുറച്ച് വേർഡ് കൊടുത്തിട്ട് അതിൽ നിന്ന് എന്താണ് നിങ്ങൾ ഇന്ന വേർഡ്സ് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നു. വിത്തിൻ എ ടൈം പീരീഡ്, ആ ഒരു ടൈം പീരീഡിനകത്ത് കണ്ടുപിടിക്കാൻ പറയുന്നു. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഏരിയ ആയിരിക്കും അതെന്ന് പറയുന്നത്. കുട്ടികൾ എന്ത് ചെയ്യുന്നു, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ആ വേർഡ്സ് കണ്ടുപിടിക്കുന്ന സെക്ഷനാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ തിയറി ആയിട്ട് പറയുന്നത്
ഡിസ്കവറി ലേണിംഗ് ആണ്. കുട്ടികൾ ഓരോന്ന് കണ്ടുപിടിച്ചെടുക്കുകയല്ലേ, അപ്പോൾ ഡിസ്കവറി ലേണിംഗ്. ഇനി ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് അസൈൻമെൻ്റ് ആണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത്. അസൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ ഈ കോളം എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അടച്ചതിന് ശേഷം തൊട്ട് താഴെയായിട്ടൊരു ഫുൾ കോളം ഇടുക. അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒറ്റ അടിക്കങ്ങ് എഴുതി പോകേണ്ട പോർഷനാണ്. അസൈൻമെൻറ്റിൻ്റെ അവിടെ ഈ ഒരു പഠിപ്പിച്ച ഭാഗമായിട്ട് റിലേറ്റ് ചെയ്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു HW ഹോംവർക്ക് കൊടുക്കുക. അവിടെ കൊടുത്തേക്കുന്നത് വാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് കളക്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാറിനെ പറ്റി എഴുതാനോ, അങ്ങനെ കൊച്ചു കുട്ടികളാണ്, അപ്പോൾ അതിന് പറ്റിയത് എന്തെങ്കിലും കൊടുക്കുക. വാറിനെ പറ്റി എഴുതാനൊന്നും ചോദിക്കില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു അസൈൻമെൻറ്റ് പോലെ കൊടുക്കുക. ആൻഡ് അത് ആ ഒരു ബോക്സിനകത്താക്കുക, ബോക്സിൻ്റെ കൂടെ ചേർത്ത് തന്നെ ആക്കുക. പക്ഷേ 3ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയാണ് ഒരു ലെസൺ പ്ലാൻ പോയട്രി എന്ന് പറയുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്കത് എത്രത്തോളം എഫക്റ്റീവായി എന്നുള്ളത്. നോട്ട്സ് കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്പീഡിന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.